നോളേജ് എന്താണെന്നുള്ളതാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ പോകുന്ന 9 പോയിന്റ്. സെയിൽസ് കൂട്ടാനുള്ള പ്രധാനപ്പെട്ട വഴികളാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ പോകുന്നത്. അതില് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക തന്നെ വേണം. നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ ചിലർക്കൊക്കെ പെട്ടെന്ന് മറന്നു പോകൂലെ. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ വളരെ ഉപകാരമാവും നിങ്ങൾക്ക്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് എന്താണ് ഈ ബിസിനസ്സിൽ? പ്രൊഡക്റ്റ് നോളജ് ആയിരിക്കണം ഉണ്ടായത്. അതായത് ഉൽപ്പന്നത്തെ നമ്മൾ നന്നായി അറിയുക വേണം അല്ലെ. അതിന്റെ കൂടെ ഈ ഉൽപ്പന്നത്തിന്റെ ഗുണങ്ങള്, ഇതിന്റെ ഉപയോഗിക്കുന്ന രീതി, ഇതിന്റെ പ്രത്യേകതകള്, ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടും മറ്റുള്ളവര്, നമ്മുടെ ടീമിലൊക്കെ മറ്റുള്ളവർ ഉപയോഗിച്ചിട്ടുണ്ടാവുമല്ലോ, അവരൊക്കെ ഉപയോഗിച്ച രീതിയും എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പകരേണ്ടത്. അതായത് ഞാൻ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് കുറച്ച് മുമ്പ് ഒരു 10 വർഷം മുന്നേ എനിക്ക് കാലിന് ഉപ്പൂറ്റിക്ക് വളരെ ഭയങ്കരമായിട്ട് വേദനയായിരുന്നു. ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ ഉപ്പൂറ്റി വേദന എല്ലാവർക്കും അറിയാലോ അല്ലെ. 2 കാലിന് വേദന ഉണ്ടായിട്ട് നിലത്തൊടാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ആ സമയത്ത് എനിക്ക് 2 കാലിന് 3 ഇഞ്ചക്ഷൻ, ഒരു കാലിനും 3 ഇഞ്ചക്ഷൻ മറ്റേ കാലിനും ഉണ്ട്, ഇടതും വലതിനും വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഡോക്ടർ എന്നോട് പറയുന്നുണ്ടായിരുന്നു ഏകദേശം ഒരു 15 വർഷത്തിന് ഇതിന് കാലാവധി ഉള്ളൂ എന്ന്. അപ്പം വീണ്ടും ആ 15 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിച്ചു വന്നു. അത് ഞാൻ ഈ ഫിജിക്കാർഡ് എന്ന ബിസിനസ് ഏറ്റെടുത്തു. ഫിജിക്കാർഡിൽ ഉണ്ടായിരുന്ന ഈ ഒരു വെൽനസ് പ്രോഡക്റ്റ് എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയി. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് യൂസ്ഫുൾ ആയത് നോനി പ്രോഡക്റ്റ് ആയിരുന്നു. നോനി വെൽനസ് ആയിരുന്നു. ആ നോനി വെൽനസ് ഞാൻ ഒരു മാസം യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് എന്താവാൻ പറ്റി? എൻ്റെ 2 കാലിന്റെയും വേദന, അതായത് വാദസംബന്ധമായിട്ടുള്ള ആ വേദന പൂർണ്ണമായിട്ടും മാറി വളരെ ആക്റ്റീവായിട്ട് നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടായി. പിന്നെ ഈ ഒരു ബിസിനസ്സിൽ ഞാൻ ഈ എല്ലാ പ്രോഡക്റ്റുകളും ഫിജിക്കാർഡിന്റെ പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് അലോവേര സോപ്പ്. ഞാൻ ഉപയോഗിച്ച കുറച്ച് പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് ഞാൻ ഈ അറിവ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുക. ഇതിലുള്ള അലോവേര സോപ്പ് നമുക്ക് സ്കിന്ന് സംബന്ധമായിട്ട് ബ്ലാക്ക് കളറുകൾ, അതായത് എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് ഈ മുഖത്തൊക്കെ ഈ ഒരു എല്ലാവരും പറയില്ലേ കരിമംഗലം പറയില്ലേ, അത് ഏട്ടൻ ഒരു മാസം യൂസ് ചെയ്ത സമയത്ത് വളരെ ഉപകാരപ്രദം ഉണ്ടായിട്ടുണ്ട്. മുഖത്ത് ആ ഒരു ബ്ലാക്ക് കളർ പോവാൻ വേണ്ടി നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് എന്ത്? അലോവേര സോപ്പ്. അതുപോലെ എനിക്ക് ഞാൻ ഈ നിങ്ങളോട് പറഞ്ഞല്ലോ അല്ലെ, നോനി പ്രോഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് കാലുവേദന മാറി. കാലുവേദന കഴിഞ്ഞ സമയത്ത് പിന്നെ എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമുണ്ട് അല്ലെ, നമുക്ക് എല്ലാവർക്കും മുടി തൊഴിയുന്ന ഒരു പ്രശ്നമുണ്ട്. ബ്ലഡിന്റെ കുറവുണ്ടാവുന്ന സമയത്താണ് എന്താവുന്നത്? നമുക്ക് മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നത് അല്ലെ. അപ്പൊ ഈ മുടി കൊഴിയുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു? നെല്ലിക്ക ജ്യൂസും അലോവേര ജ്യൂസും വാങ്ങിച്ച് അത് രണ്ടും മിക്സ് ചെയ്ത് ഞാൻ എന്ത് ചെയ്തു? കഴിക്കാൻ തുടങ്ങി. അതിനും ഒരു മാസം കൊണ്ട് എന്താവാനായി? റിസൾട്ട് ഉണ്ടാവാനായി. ഈ റിസൾട്ട് ഞാൻ മറ്റുള്ളവരിലേക്ക് എങ്ങനെ എത്തിച്ചു? പരസ്യക്കാരായിട്ടൊന്നും ഞാൻ ഇതിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയാ എത്തിച്ചത്? നമ്മുടെ ഈ ബിസിനസ്സിൽ തന്നെ എന്ത് ചെയ്തു? എൻ്റെ ഈ മുടി ഇവിടെയൊക്കെ നല്ല മൊട്ട മാതിരിയായിരുന്നു. ഈ ബിസിനസ്സിൽ നെല്ലിക്ക ജ്യൂസും അലോവേര ജ്യൂസും മിക്സ് ചെയ്ത് കഴിച്ച സമയത്ത് വളരെയധികം നല്ല ചെറിയ, നിങ്ങൾക്ക് തന്നെ എന്നെ നേരിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെയൊക്കെ മുടി തലയോട്ടിയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ഇപ്പം വളരെ നല്ല മാറ്റാണ് എനിക്ക് എന്തുണ്ടായത്? ഈ ഒരു അലോവേര ജ്യൂസും നെല്ലിക്ക ജ്യൂസും മിക്സ് ചെയ്ത് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് കഴിച്ചപ്പോൾ ഉണ്ടായ മാറ്റം. പിന്നെ അതുപോലെ സൺസ്ക്രീനും നിങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്തും 50++, അതായത് നമ്മുടെ മുഖത്തുണ്ടാവുന്ന കരിവാളിപ്പ്, നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ചിലർ പറയില്ല എന്താണ് സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യണ്ട. എന്നാ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, സൺസ്ക്രീൻ നമ്മൾ വീട്ടിലിരുന്നാലും യൂസ് ചെയ്യണം. നമ്മളുടെ ഇതിലുള്ള ഈ ഒരു സൺസ്ക്രീൻ അടിപൊളി പ്രോഡക്റ്റ് ആണ്. നമ്മൾ അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും മുഖത്ത് തേക്കേണ്ട യാതൊരു ആവശ്യമില്ല. എന്നെ ഇപ്പോൾ ആദ്യം കാണുന്നവരൊക്കെ എപ്പോഴും ചോദിക്കാറാണ് എന്താണ് മുഖത്ത് തേക്കാറ്. എൻ്റെ രഹസ്യം ഫിജിക്കാർഡിലെ സൺസ്ക്രീൻ ആണ്. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമ്മൾക്ക് ഇതിനെ പ്രോഡക്റ്റിനെ നന്നായിട്ട് അറിഞ്ഞതിന് ശേഷം വേണം മറ്റുള്ളവരിലേക്ക് ആ അറിവ് എത്തിച്ചു കൊടുക്കാൻ. അതല്ലാതെ നമ്മൾ അറിയാതെ ഒരു കാര്യവും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന സമയത്ത് എന്താണ്? അവർക്ക് ഒരിക്കലും വിശ്വാസം ഉണ്ടാവില്ല. ഈ ബിസിനസ്സിൽ നമ്മൾ കുറച്ച് ആളുകൾ ഉപയോഗിച്ച കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ ശ്രമിക്കുക. പിന്നെ എന്താണ്? നമ്മളും ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. പ്രോസ്പെക്റ്റിംഗ്, അതായത് ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? പുതിയ ആളുകളുമായിട്ട് നമ്മൾ ഒരു ബന്ധം സൃഷ്ടിക്കണം. കാരണം എന്താണെന്നറിയോ? നമ്മളുടെ ഈ ഒരു ബിസിനസ്സിൽ സെയിൽസ് വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്താണ്? കുറഞ്ഞതൊരു 5-10
പുതിയ ആളുകളുമായിട്ട് നമ്മൾ എന്തൊരു കൂട്ട് പിടിക്കേണ്ടതാണ്. അതായത് നിങ്ങളൊക്കെ കാണുന്നുണ്ടോ അല്ലെ, നമ്മളിപ്പോ എവിടെയൊക്കെ ഏതെല്ലാം മേഖലകളിൽ പോകുന്നുണ്ട്, നമ്മള് കല്യാണത്തിന് പോകുന്നുണ്ട്, പിന്നെ ട്രെയിനിൽ പോകുന്നുണ്ട്, ബസ്സിൽ പോകുന്നുണ്ട് അല്ലെ. അവിടെയൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ചിലരൊക്കെ എന്താണ് നമ്മളോട് കൂട്ടുകൂടാൻ വരാറുണ്ട് അല്ലെ. ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങളൊക്കെ എൻ്റെ ചേച്ചിന്റെ വീട്ടിലൊക്കെ കാഞ്ഞങ്ങാടൊക്കെ പോകുന്ന സമയത്ത് കൂടുതലായിട്ടും അടുത്തിരിക്കുന്ന ആളുകളൊക്കെ നമ്മളോട് കൂട്ടുകൂടാറുണ്ട്. ആ സമയത്ത് എന്താണ് നമ്മളോട് നല്ല ഒരാളാണ്, നമുക്ക് ഏകദേശം പേഴ്സണാലിറ്റി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ലെ നല്ല ആളുകളാണ് എന്ന കാര്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഫോൺ നമ്പർ വാങ്ങിക്കും അല്ലെ. ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ വാങ്ങിച്ച സമയത്ത് നമ്മളെ നമ്പറും എന്ത് ചെയ്യും, അവര് വാങ്ങിക്കും അല്ലെ. വാങ്ങിക്കുന്ന സമയത്ത് എന്താണ്, അവരും ഫീഡ് ചെയ്യും നമ്മളും ഫീഡ് ചെയ്യും അല്ലെ. അപ്പൊ എന്തായി, അങ്ങനെ അവര് നമ്മളെ സ്റ്റാറ്റസ് നോക്കുന്നു, നമ്മൾ അവരെ സ്റ്റാറ്റസ് നോക്കുന്നു, നമ്മളെ സ്റ്റാറ്റസ് കണ്ട് നമ്മളെ അവർ വിളിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റണം, നമ്മൾക്ക് പുതിയ ആളുകളുമായിട്ടൊരു ബന്ധം നമ്മൾ സൃഷ്ടിക്കാൻ നോക്കണം. അതാണ് പ്രോസ്പെക്റ്റിംഗ്. കസ്റ്റമർ നീഡ്സ് അനലൈസിസ്, അതായത് കസ്റ്റമറിന്റെ ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഉൽപ്പന്നം വിൽക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഉപഭോക്താവിന് വേണ്ട പ്രോഡക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അവരിലേക്ക് ആ ഒരു പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കാൻ. അതായത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാവരുത് ഒരു പുതിയൊരു കസ്റ്റമറിന് എന്താവരുത്, ബിസിനസ്സിൽ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കേണ്ടത് അവരുടെ ആവശ്യത്തിനനുസരിച്ച്, ആ കസ്റ്റമറിന്റെ ആവശ്യത്തിനനുസരിച്ചിട്ടായിരിക്കണം എന്താക്കേണ്ടത്, അവർക്ക് വേണ്ട പ്രോഡക്റ്റുകൾ നിങ്ങൾ എടുത്തു കൊടുക്കേണ്ടത്. അതിനെന്തായിരിക്കണം, നമ്മളുടെ ഈ ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള കടയിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ട് അല്ലെ. ഡയമണ്ട് ഉണ്ട്, ഗോൾഡ് ഉണ്ട്, അങ്ങനെ ടൂർ പാക്കേജുകൾ ഉണ്ട്, വീട്ടിലേക്ക് വേണ്ട ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ട്, പെയിന്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, അവരിലേക്ക് എത്തിച്ചു കൊടുത്തിട്ട് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് വേണം എന്താവാന്, അവരിലേക്ക് ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് എത്തിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, ഫോളോ അപ്പ്. ഇപ്പോ ഞാൻ ഈ ഒരു ഫോളോ അപ്പ് നമ്മൾ ശക്തമാക്കിയിരിക്കണം. നമ്മുടെ കൂടെയൊക്കെ മീറ്റിങ്ങിലൊക്കെ നമ്മളെ കൂടെ വിളിച്ചു കഴിഞ്ഞാലൊക്കെ വരൂലേ, പലരും തീരുമാനം എടുക്കൂല അല്ലെ. എന്താണ് വരുന്ന സമയത്ത് എന്താണ്, ഓക്കെ ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ആദ്യം ഒക്കെ പറഞ്ഞ് ഒരു പക്ഷേ നമ്മളെ കൂടെ വരും, മീറ്റിങ്ങിനൊക്കെ അവർ വരും അല്ലെ. പക്ഷെ അവർ വീട്ടിലെത്തി കഴിഞ്ഞാലോ അറിയാത്തവരോട് പോയി ചോദിച്ചിട്ട് എന്താവും, നെഗറ്റീവ് ആവും അല്ലെ. നെഗറ്റീവ് ആവുന്ന സമയത്ത് എന്താവും, അവര് നമ്മളെ ഫിജി കാർഡിലേക്ക് ജോയിൻ ചെയ്യാൻ, ഫിജി കാർഡ് ബിസിനസ്സിലേക്ക് അവർ ജോയിൻ ചെയ്യാൻ വളരെ മടിക്കുന്നവരായിരിക്കും അല്ലെ. അപ്പോഴെന്തായിരിക്കണം അവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അവരെ സ്നേഹത്തോടെ, അവരറിയാതെ അവരെ സ്നേഹത്തോട് കൂടി കൂട്ടിപ്പിടിക്കണം, വിനയത്തോടെ സ്നേഹത്തോടെ ആദരവോടെ നിങ്ങൾ എന്തായിരിക്കണം, അവരെ നിങ്ങൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് കാര്യങ്ങൾ, നിങ്ങളുടെ വിജയം എന്തായിരിക്കണം നിങ്ങൾ കാണിച്ചിട്ടും അവരോട് പറഞ്ഞിട്ടും ആയിരിക്കണം നിങ്ങളുടെ ഈ ഒരു ഫോളോ അപ്പ് ഉണ്ടാവേണ്ടത്. കാരണം എന്താന്ന് വെച്ചാൽ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് ചിലർക്ക് തോന്നും എന്താണ് അവൾ എന്റെ പിന്നാലെ നടക്കുക, ചെറിയ അങ്ങനെ ഒരു ബിസിനസ് അല്ല നമ്മളെ ഫിജിക്കാട്ട്. ഫിജിക്കാട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ, ഒരു ഇപ്പൊ റീജാമ്മ പറഞ്ഞതുപോലെ ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ഇല്ലാതെ നമുക്കൊരു 5 പൈസ നഷ്ടപ്പെടാതെ കിട്ടുന്ന ഒരു ബിസിനസ് ആണ് ഫിജിക്കാട്ട്. പക്ഷേ പുതിയ ആളുകൾക്ക് എന്താണ്, നമ്മുടെ അസോസിയേറ്റ് ചെയ്യാൻ വരുന്നവരോ മീറ്റിങ്ങിന് ചെയ്യാൻ വരുന്നവരോ മീറ്റിംഗ് കാണാൻ വരുന്നവർക്കോ ഒന്നും അറിയൂല എന്താണ് ഈ ഫിജിക്കാട്ട് എന്താണ് എന്ന കാര്യം. അപ്പൊ എന്തായിരിക്കണം, നിങ്ങൾ അത് നല്ല രീതിക്ക് അവരോട് പറഞ്ഞു കൊടുത്തിട്ട് കാര്യങ്ങൾ നിങ്ങളെ കാര്യത്തിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടും അല്ലാതെ നിങ്ങളുടെ സ്റ്റാറ്റസിലൂടെ വരുമാനം വരുന്നത് കണ്ടിട്ടൊക്കെ ആയിരിക്കണം എന്താവേണ്ടത്, ഫോളോ അപ്പ് ചെയ്യേണ്ടത്. അതായത് ഒരിക്കലും അവരെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് അവരെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യാന്നവർക്ക് ഒരിക്കലും തോന്നാൻ പാടില്ല. കാരണം ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് എന്നോട് എൻ്റെ ചേച്ചിയെ ഷീനാമ്മ പറഞ്ഞത്, ഈ ഒരു ബിസിനസ്സിലേക്ക് കയറുന്നു ചോദിച്ചപ്പോൾ ഞാൻ ഇല്ല എന്നായിരുന്നു പറഞ്ഞത്. കാരണം നമുക്കിവിടെ ഒരുപാട് ബിസിനസ് ഇവിടെ നടക്കുന്നത് കൊണ്ട് എന്താണ്, അങ്ങനെ ഒരു ബിസിനസ് ആയിരിക്കും എന്ന് കരുതി നമുക്ക് ഇതിലൊന്നും വരുമാനമൊന്നും കിട്ടൂല എന്ന് കരുതിയിട്ടായിരുന്നു ഞാൻ ഈ ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെക്കാൻ ഒരുപാട് വൈകിയത്. പക്ഷെ വൈകുന്നതിലൊന്നും ഒരു വിഷയമില്ല എന്ന കാര്യം മനസ്സിലായി കഴിഞ്ഞു. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിവിടെ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ വിജയം എന്ന കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോ എന്തായി, ആള് എന്നെ നിരന്തരം ഫോളോ അപ്പ് ഫോണിലൂടെ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന കാര്യം എനിക്ക് മനസ്സിലായി. കാരണം എൻ്റെ ചേച്ചിയുടെ ഓരോ കാര്യങ്ങളും വിജയ കാര്യങ്ങൾ കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് അങ്ങോട്ട് ചോദിച്ച് ഈ ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെച്ചത്.
അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യം തന്നെ ആയിരിക്കണം നിങ്ങൾ ഫോളോ അപ്പിലൂടെ നേടേണ്ടത്. ഒറ്റയടിക്ക് കയറി നിന്നുകാണ്ട് എന്താണ് നീ ചേര് എന്നൊന്നും പറയുന്ന ബിസിനസ് അല്ല ഫിജിക്കാട്ട്. നിങ്ങളുടെ ഗുണങ്ങള് അതായത് ഇപ്പം നമ്മളിപ്പോ ഇതിലൊരു ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു അലോവേര ജ്യൂസ് നെല്ലിക്ക ജ്യൂസ് ഒക്കെ കഴിച്ച സമയത്ത് എനിക്കുണ്ടായ ഗുണങ്ങള് മറ്റുള്ളവരിലേക്ക് ഞാൻ എത്തിച്ചു കൊടുക്കുക. എവിടെയും പോകുന്ന സമയത്ത് എന്താണ് എനിക്കുണ്ടായ ഒരു മാറ്റം, എന്താണ് എനിക്കുണ്ടായ മുഖത്തിന്റെ മാറ്റം, എന്താണ് എൻ്റെ തലമുടിക്കുണ്ടായ മാറ്റം, അതൊക്കെ എൻ്റെ ഫോളോ അപ്പിൽ ഞാൻ ഉൾപ്പെടുത്താറുണ്ട്. ഈ ഉൾപ്പെടുത്തുന്ന സമയത്ത് എന്താണ് അവർക്ക് തോന്നും എന്താണ് ഇന്നാലൊന്ന് മേടിച്ചു നോക്കാം. അത് എനിക്ക് സത്യസന്ധമായ ഒരു കാര്യമാണ്. ആറ്റുകാൽ പൊങ്കാലിടാൻ പോയ സമയത്ത് എന്നോട് ചോദിച്ച എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഈ ഒരു ഞാൻ ഈ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ഒരുപാട് എക്സ്ക്യൂസ് പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ വിജയങ്ങൾ പറഞ്ഞ് എന്തായി അവിടുന്ന് തന്നെ ഐഡിയ അടിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ ആയിരിക്കണം നമ്മൾ ഒരാൾക്ക് ഫോളോ അപ്പിലൂടെ ബിസിനസ്സിലൂടെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഷെയർ കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ അവരെ ശല്യം ചെയ്ത് പിന്നാലെ കൂട്ടി ഒന്നും ഒരിക്കലും ഫോളോ അപ്പിൽ അവർക്ക് ബുദ്ധിമുട്ട് വരുത്താൻ പാടുള്ളതല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരും നല്ല രീതിക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ആ ഫോളോ അപ്പിലൂടെ ഓരോ സെയിലും കൂട്ടാൻ വളരെയധികം സഹായിക്കുന്നതാണ് ഫോളോ അപ്പ്. ഓക്കെ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. അതായത് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ വളരെയധികം പ്രയോജനമാണ് അല്ലെ. നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലെ, സോഷ്യൽ മീഡിയ എന്ത് തന്നെ കാര്യങ്ങൾ എത്തുന്ന സമയത്ത് എന്താണ് സോഷ്യൽ മീഡിയയിലാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് വാട്സപ്പ് സ്റ്റാറ്റസ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, റീൽസ് എന്നിവ എന്നിവ വഴി ഒരുപാട് ഉൽപ്പന്ന വിവരങ്ങളും വിജയകഥകളും പങ്കുവെക്കുന്നത് കാര്യങ്ങൾ നിങ്ങൾ ഓരോ ദിവസവും എന്താണ് നിങ്ങളുടെ ഫോണിലൂടെ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ എന്തായിരിക്കണം, ഞാൻ എൻ്റെ എല്ലാ വിജയകഥകളും എല്ലാ കാര്യങ്ങളും സ്റ്റാറ്റസ് വെക്കുന്നതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും ഞാൻ പങ്കുവെക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഏറ്റവും കൂടുതൽ നോക്കുക നമ്മളെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലായിരിക്കും അല്ലെ. അപ്പൊ എനിക്ക് ഈ ഒരു ഫേസ്ബുക്ക് എന്താണെന്നോ ഇൻസ്റ്റാഗ്രാം എന്താണെന്നോ എന്ന് പോലും എനിക്ക് ആദ്യം അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഫിജിക്കാർട്ടിലേക്ക് ജോയിൻ ചെയ്ത് ഇപ്പൊ കുറച്ച് കാലേ ആയിട്ടുള്ളൂ എനിക്ക് അത് ആവശ്യമുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എൻ്റെ ബിസിനസ്സിൽ ഈ ബിസിനസ്സിൽ എനിക്ക് മനസ്സിലായി സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമും വാട്സപ്പ് സ്റ്റാറ്റസും ഫേസ്ബുക്കും ഒക്കെ നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യണം. ഈ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് എന്തായിരിക്കും നമുക്ക് അതിലൂടെയും സെയിൽ കൂട്ടാൻ സാധിക്കും. എളുപ്പമാർഗമാണ് നമ്മൾക്ക് ഈ വാട്സപ്പ് സ്റ്റാറ്റസ്, ഫേസ്ബുക്ക്, അതായത് ഇൻസ്റ്റാഗ്രാം, ഇതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ കൂട്ടാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ കമ്പനിയുടെ പേജ് നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടോ, ഫോളോ അപ്പ് ചെയ്യാം. നിങ്ങൾ അതിൽ ഓരോ കാര്യങ്ങൾ വെച്ച് നിങ്ങളെ നമ്പർ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ നോക്കുക. അപ്പൊ അതിലൊക്കെ നിങ്ങൾക്ക് സെയിൽ വളരെയധികം വർദ്ധിപ്പിക്കാൻ പറ്റുന്നതാണ്. വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയത് മാത്രം ഉപയോഗപ്പെടുത്തുക എന്ന് കരുതി നമ്മൾ ഒരു ഇതിലേക്ക് പെടാതെ നിങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി അത് നിങ്ങളാണ് നിങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് ഉണ്ടാക്കി തരുന്ന ഒരു ബിസിനസ്സാണ് ഫിജിക്കാർട്ട്. നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് ആയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഇപ്പൊ കാണുന്നുണ്ടാവില്ലേ ഓരോ കാര്യത്തിലും നമ്മുടെ ഈ 1 കോടി സ്വപ്ന മാഡം, 1 കോടി നമ്മുടെ സബിത മാഡം, അവരൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുക കോടികളിലെ. ഒരു സാധാരണ വീട്ടമ്മയും പിന്നെ എന്താണ് ഒരു വിദ്യാഭ്യാസം നല്ല ഡിഗ്രി ഒക്കെ ഉള്ള വിദ്യാഭ്യാസമുള്ള ഗ്രാജുവേറ്റ് ഉള്ള ലീഡറും ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു ലീഡറും ആണ് നമുക്കിവിടെ കോടികൾ മേടിച്ച ഒരു സോഷ്യൽ മീഡിയയിൽ വൈറലായത് അല്ലെ. അപ്പൊ നമ്മൾ ഈ ഫിജിക്കാർട്ടിലാണെന്ന് പറയുന്ന സമയത്ത് എനിക്കുണ്ടായ അനുഭവമാണ്. കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയിരുന്ന സമയത്തൊക്കെ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ഫിജിക്കാർട്ടിലാണ്. ആദ്യം ഫിജിക്കാർട്ടിനെ പറ്റി പറയുന്ന സമയത്ത് എന്താ ചോദിക്കാറെന്നറിയോ, ഫിജിക്കാർട്ട് ഇപ്പൊ ഉണ്ടോ, ഫിജിക്കാർട്ട് ഇപ്പൊ പൊട്ടിപ്പോയില്ലേ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഇപ്പം വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് നമ്മുടെ ബോബി ചെമ്മണ്ണൂരിന് അല്ലെ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, പഴയതുപോലെയുള്ള നെഗറ്റീവ് ഒന്നും ഇപ്പം ഫിജിക്കാർട്ടിന് ഇല്ല. നന്നായിട്ട് എല്ലാവരും വർക്ക് ചെയ്തോളാം. ഓരോ പോയിന്റും ഞാൻ വിജയിച്ച കഥകളാണ് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് ഒരു സ്ലൈഡ് ആക്കിയിട്ട്. അപ്പൊ നിങ്ങൾ ആ വിജയ കഥകള് ഒരാളും രഹസ്യം തുറന്നു പറയൂല അല്ലെ. ഒരു മേഖലയിലും ഞാനിപ്പോ ടീച്ചർ മേഖലയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഒരു രഹസ്യം ടീച്ചർ എങ്ങനെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ടീച്ചറായി തീരണം എന്നുള്ളത് ഒരു സീനിയോറിറ്റി ഉള്ള ടീച്ചർമാർക്ക് അവിടെ മൊമെന്റോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പറഞ്ഞു തരൂല.
പക്ഷേ നമ്മൾക്കിവിടെ ഓരോ വിജയ കഥകളും വിജയിച്ചതിന്റെ രഹസ്യം നമ്മുടെ ഫിജിക്കാർഡിൽ ഓരോ ലീഡേഴ്സും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് നിങ്ങൾ എന്താക്കണം, മാക്സിമം ഉപയോഗപ്പെടുത്തണം. അതിനാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയകളൊക്കെ നിങ്ങൾ നന്നായിട്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുക, ഫേസ്ബുക്കിൽ റീൽസ് ആയിട്ട് വെക്കുക, ഒക്കെ നിങ്ങൾ അങ്ങനെ ചെയ്തൊന്ന് മുന്നേറി നോക്കൂ. നിങ്ങൾക്ക് വിജയം തനിയെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അടുത്തത് റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ആണ്. അതായത് നമ്മള് ആളുകളുമായിട്ട് നല്ല ബന്ധം പുലർത്തേണ്ടതാണ്. അതായത് നമ്മളെ വിശ്വാസം ഉണ്ടാവണം, അല്ലെ, സൗഹൃദം ഉണ്ടാവണം. ഒക്കെ ഈ ബിസിനസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്താണ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ്. അതായത് നമ്മള് ഈ ഒരു ബിസിനസ്സിൽ ഇപ്പൊ ഞാൻ STM എന്നൊരു പൊസിഷനിൽ എത്തിയില്ലേ, ഇപ്പൊ എല്ലാവരും എന്നോട് ചോദിക്കും, ബിന്ദു വലിയ പൊസിഷൻ ആയില്ലേ, ഈ വലിയ ആളായിപ്പോയില്ലേ, വലിയ ആളായിപ്പോ ഞങ്ങളോടൊന്ന് മിണ്ടാൻ വരെ എന്താണ് മടിയാണോ? ഒരിക്കലും ഇല്ല. നമ്മളെ ഒന്നുകൂടെ എന്താണ് അവിടെ സ്നേഹത്തോടെ അവരൊക്കെ കൂട്ടിപ്പിടിച്ചു കൊണ്ടുപോകാറാണ്. കാരണം നമ്മൾ വലുതാവും തോറും നമ്മൾ അവിടെ എളിമയുള്ളവരും സൗഹൃദം പുലർത്തുന്നവരും സ്നേഹമുള്ളവരും നമ്മളെ വിശ്വസിക്കുന്നവരുമായി മാറണം, സത്യസന്ധന്മാരായി മാറണം. അല്ലാതെ നമ്മൾ ഈ ഫിജിക്കാർഡ് എന്ന ബിസിനസ്സിൽ എന്നോട് തന്നെ എന്റെ കളി കാണുന്ന സമയത്ത് ഓരോരുത്തർ ചോദിക്കുന്നത്, നീ ഇപ്പൊ ബുബിച്ചമ്മണ്ണൂരെ പോലെ തന്നെയാണല്ലോ തമാശ കളികള്. ഞാൻ പറയും സത്യമായിട്ടും അങ്ങനെ തന്നെയാണ്. നമ്മൾ അങ്ങനെയായി മാറി. ഈ ബിസിനസ്സിന് എനിക്കറിയില്ല അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടോ എന്നുള്ളതിന് എനിക്ക് തോന്നാറുണ്ട്. കാരണം നമ്മള് എന്താണോ നമ്മളെ പറയാറുണ്ട് അല്ലെ, നമ്മളെ ഭക്ഷണം അമ്മമാരുണ്ടാക്കി തരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിന് വല്ലാത്തൊരു ടേസ്റ്റാണ്. ഞാൻ എപ്പോഴും അത് അറിഞ്ഞതിന് ശേഷം പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് എൻ്റെ ഹസ്ബൻഡിനായാലും, മോളും ഹസ്ബൻഡാണ് ഇപ്പൊ ഇവിടെ ഉള്ള, മോൻ ദുബായിലാണ്. അപ്പോൾ ഭക്ഷണം പാത്രത്തിലാക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ആ ഭക്ഷണം പാത്രത്തിലേക്ക് വിളമ്പാറ്. അപ്പൊ അതിനൊരു ആരോഗ്യം വേറെ തന്നെയാണ് അല്ലെ. അപ്പൊ നമ്മൾ ഓരോന്നിനും അതിൻ്റെതായ ഒരു വിശ്വാസം, സ്നേഹം, എളിമ ഒക്കെ നമുക്ക് ഈ ബിസിനസ്സിന് വളരെയധികം നിർബന്ധമാണ്. അപ്പൊ പ്രാർത്ഥന ഒക്കെ ഏത് മതത്തിലാണോ നമ്മൾ വിശ്വസിക്കുന്നത് അതിനെ നമ്മൾ വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാവണം. ഈ റിലേഷൻഷിപ്പ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാല് നമ്മളെ കുടുംബത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ, ആദ്യം ഞാൻ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് എന്റെ ചേച്ചി കാഞ്ഞങ്ങാടാണ്, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, ഈ കാഞ്ഞങ്ങാടുള്ളവരെ കൂടെ ഒക്കെ പോയി ജോയിൻ ചെയ്തിട്ട് എന്താവാനാ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. കളിയാക്കിയ സമയത്ത് എനിക്ക് ഭയം ഉണ്ടായിരുന്നു, അന്ന് എന്താവും എന്ന സ്ഥിതി. പക്ഷെ ഇന്ന് പോകുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റാ, ഒരു ബഹുമാനമാണ് ഇപ്പോൾ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ്, നമ്മളെ വിശ്വാസം, ഈ റിലേഷൻഷിപ്പ്, അവരെന്നോട് നെഗറ്റീവ് പറഞ്ഞപ്പോ ഞാൻ ആ റിലേഷൻഷിപ്പ് വിട്ടു കഴിഞ്ഞോ? ഇല്ലല്ലോ. ഞാൻ ആ റിലേഷൻഷിപ്പ് ഒന്നുകൂടെ കൂട്ടാൻ നോക്കി, ഒന്നുകൂടെ കൂട്ടിപ്പിടിച്ചത് എന്തിനാന്നറിയോ? ഈ എന്തിനെന്ന് വെച്ചാല് എനിക്കറിയാം ഫിജിക്കാർട്ട് എന്താണെന്നുള്ള കാര്യം. നമ്മുടെ ചെയർമാൻ ബോബി ചെമ്മണ്ണൂർ സാറാണ്. അപ്പം നമ്മുടെ ഈ ഒരു കപ്പിത്താൻ ആടി ഉലയുകയില്ലല്ലേ. അപ്പം ഈ റിലേഷൻഷിപ്പ് എന്താണ്, നമ്മുടെ കുടുംബക്കാരായാലും ബാക്കിയുള്ളവരൊക്കെ ആയാലും നമ്മളെ കൂടെ വരും. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, STM എന്നൊരു പൊസിഷനൊക്കെ എത്തണമെങ്കിൽ കുറച്ച് നയിപ്പുണ്ട് അല്ലെ. SR എന്നൊരു പൊസിഷനിൽ STM എന്നുള്ള പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് വളരെയധികം സൗഹൃദത്തോടെ ഒരു പുഞ്ചിരിയോടുകൂടി ആ സൗഹൃദത്തെ കൂട്ടിപ്പിടിച്ചത് കൊണ്ട് മാത്രമാണ് എന്നോട് പറഞ്ഞവരെയൊക്കെ കൂട്ടിപ്പിടിച്ചവരൊക്കെ എന്ത് ചെയ്തു, ഈ ഫിജിക്കാർഡിലേക്ക് എൻട്രി അടിച്ചു. അപ്പൊ അവരിലേക്ക് ഒരു വരുമാനം, കൂടെ നിൽക്കുന്നവർക്കൊക്കെ ഒരു വരുമാനം, ക്ഷമയോടെ നിൽക്കുന്നവർക്കൊക്കെ ഒരു വരുമാനം അവരിലേക്ക് എത്തിച്ച് കൂടെ കൂട്ടിക്കൊണ്ട് വിജയക്കൊടി പാറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ നെഗറ്റീവ് പറയുന്നവരെയൊക്കെ നിങ്ങൾ ആ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ കൂട്ടിപ്പിടിക്കാൻ നോക്കുക. ബന്ധത്തിനെ നമ്മൾ വലുതായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ആരെന്ത് പറഞ്ഞാലും അവിടെ നിങ്ങളെ വിശ്വസിക്കുക. നിങ്ങൾക്കൊക്കെ ടെൻഷൻ ഉണ്ടാവും. ഇപ്പൊ STM എത്തിയ ഞാൻ പോലും ചില സമയത്തൊക്കെ ടെൻഷനൊക്കെ വരുന്ന സമയമുണ്ട്. നിങ്ങൾ വിചാരിക്കും ബിന്ദു മാമിന് ടെൻഷൻ ഒന്നുമില്ലയോ, STM ആയില്ല. ഒരിക്കലുമല്ല. നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് ഒരു മനസ്സ് അല്ലെ. ആ മനസ്സിനെ വേദനിപ്പിക്കുന്ന സമയത്ത് ചില സമയത്ത് വേദനകളൊക്കെ വരും. ആ വേദനകൾ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മൾ കണ്ണാടി നോക്കി പറയാ, നമ്മൾ വിശ്വസിക്കുക. നമ്മളെ വിശ്വാസം നമ്മൾ കീപ്പ് ചെയ്ത്, ഞാൻ തന്നെയാണ് വലുത്, ഞാൻ തന്നെ ഈ ബിസിനസ്സിൽ വിജയിക്കും, എന്നെ പറഞ്ഞവരെ മുന്നിൽ ഞാൻ എൻ്റെ റിലേഷൻഷിപ്പ് വലുതാക്കി കൊണ്ടുവന്നിട്ട് അവരെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഞാൻ കൊണ്ടുവരും. അവർ ഈ ബിസിനസ്സിൽ നിന്ന് വരുമാനം നേടും, എൻ്റെ കാൽ കീഴിൽ അവരുണ്ടാവും എന്ന വിശ്വാസം നിങ്ങളോട് തന്നെ പറഞ്ഞ് ഒരു പൊങ്ങച്ചവും കാണിക്കാതെ, ഒരു അഹങ്കാരവും കാണിക്കാതെ എന്തായിരിക്കണം, ഈ ബിസിനസ്സിനെ നിങ്ങൾ
നല്ല മുന്നേറിക്കൊണ്ടിരിക്കുക. ഒരു തരത്തിലും ഒരാൾ പറയുന്ന നെഗറ്റീവിലേക്കും നിങ്ങൾ വീഴാൻ പാടില്ല. നമ്മളായിട്ട് മുന്നേറുക. പലരും പലതരത്തിൽ നമ്മളെ നശിപ്പിക്കാൻ നോക്കും. അതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കുക. ഈ ബിസിനസ്സിന് വിശ്വാസം നന്നായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടതാണ്. നമ്മളെ വിശ്വാസം, അതായത് നമ്മളെ കൂടെ വന്നവരെ നമ്മൾ നന്നായിട്ട് കൂട്ടിപ്പിടിക്കുക. ഇട്ടം കൈയായിട്ടും വലം കൈയായിട്ടും നെഞ്ചോട് ചേർത്തി പിടിക്കുക. കൂടെ വന്നവര് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുക അവരവിടെ നിൽക്കട്ടെ എന്ന് ചെയ്തത്, ഒരിക്കലും അവരങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എന്തായിരിക്കണം, അവരെ വിളിക്കണം, അവരോട് വേണ്ട കാര്യങ്ങൾ ചോദിക്കണം. ഈ ലീഡർക്ക് കുറച്ച് തിരക്കൊക്കെ ആയിരിക്കും, എന്നാൽ നിങ്ങൾ എന്തായിരിക്കണം, നിങ്ങൾ ആ ലീഡറെ വിശ്വസിച്ചിട്ടായിരിക്കും ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പം നിങ്ങൾ ആ വിശ്വാസത്തിന്റെ പുറത്ത് ലീഡറെ വിളിച്ച് നിങ്ങളുടെ സഹായം, നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചോദിക്കുക. അവിടെ നിങ്ങളുടെ ഈ ഒരു ബിസിനസ്സിലെ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കേണ്ടതാണ്. കാരണം എന്താന്ന് വെച്ചാല് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ വളരെയധികം കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റത്തുള്ളൂ. കാരണം പുതിയ ആളുകൾക്ക് ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളെ പെട്ടെന്ന്, നിങ്ങളൊരു IC കിടക്കുന്ന ഒരു പേഷ്യന്റാണ്, ഈ കിടക്കുന്ന സമയത്ത് നിങ്ങളെ പെട്ടെന്ന് അവർക്ക് കൊല്ലാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, വിജയക്കൊടി പാറിച്ച നിങ്ങളുടെ ലീഡേഴ്സിനെ നിങ്ങൾ നോക്കുക. അവര് പറയുന്ന മൂർച്ചയുള്ള വാക്കുകൾ നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്ക് പറ്റിയ കാര്യങ്ങൾ ഇതിൽ കേൾക്കുക. നല്ല നല്ല കാര്യങ്ങൾ ഇതിലേക്ക് കേൾക്കാനും കാണാനും നിങ്ങൾ ശ്രമിക്കണം. അതല്ലാതെ നിങ്ങൾ അവരെന്തേ പറയുമ്പത്തിന് ആ റിലേഷൻഷിപ്പ് ഒഴിവാക്കുക, അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങളെ ബന്ധം നിങ്ങൾ കൂട്ടി ഉറപ്പിച്ച് ഒരു പളുങ്ക് പാത്രം പോലെ നിങ്ങൾ അതിനെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു നിധിയായിട്ട് നിങ്ങൾ ഫിജിക്കാട്ടിലെ പാർട്ട്ണർമാരെ കൊണ്ട് നടക്കേണ്ടതാണ്. ഓക്കെ, അപ്പം അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ട്രെയിനിങ് സ്ഥിരമായി നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും, ഇപ്പൊ ബിന്ദു മാം ഒക്കെ എങ്ങനെയാണ് ഇപ്പൊ പെട്ടെന്ന് ഈ ഒരു ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെച്ച് STM ഒക്കെ ആയിരുന്നല്ലേ. നമ്മൾ സ്ഥിരമായിട്ട് എന്തായിരിക്കണം, ട്രെയിനിങ് നേടേണ്ടതാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, പ്രസന്റേഷൻ സ്കില്ലുണ്ട്, ലീഡർഷിപ്പ് സ്കില്ലുണ്ട്, എന്നിവയൊക്കെ മെച്ചപ്പെടുത്താനുള്ള പരിശീലനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ടീച്ചറായിരുന്ന സമയത്ത് എനിക്ക് ആ ടീച്ചർ എന്ന മേഖല മാത്രമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ. എൻ്റെ ചേച്ചി ബിസിനസ്സിലേക്ക് വരുന്ന സമയത്തും ചേച്ചിയും ടീച്ചറായിരുന്നു. അവർക്കും എൻ്റെ ചേച്ചിയെ ഷീന മാമിനും അറിയില്ലായിരുന്നു ഈ ബിസിനസ് എന്താണ്. എന്നെ പോലെയല്ല, ഒരു കാര്യം അറിയാത്തൊരു എന്താ പറയാ, അകത്തിരുന്ന് എല്ലാം ഇതാക്കുന്ന ഒരാളായിരുന്നു. ഇപ്പൊ എന്താണ്, എന്നെക്കാളും നല്ല പവർഫുൾ ആയ ഒരു ലീഡറായി മാറി. അതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് എങ്ങനെ ആയി മാറി, നല്ല ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ട്രെയിനിങ്. അതായത് BOPകള്, പിന്നെ മിനി ഡിജിറ്റൽ BOPകള്, ഈ ബിസിനസ്സിൽ വരുന്ന എല്ലാ BOPകള്, പ്ലാൻ പ്രസന്റേഷൻ, കോഴിക്കോട് വരുന്ന എല്ലാ മീറ്റിങ്ങുകളും, അതുപോലെ കാസർഗോഡ് വരുന്ന മീറ്റിങ്ങുകള്, തിരുവനന്തപുരം ആയിക്കോട്ടെ, അവിടെയൊക്കെ പോയിട്ട് എന്താവാറുണ്ട്, ട്രെയിനിങ് പഠിച്ച് കേട്ട് മനസ്സിലാക്കി വെക്കാറുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ടീച്ചർ എന്ന മേഖലയും ബിസിനസ് എന്ന മേഖലയും തമ്മിലുള്ള വ്യത്യാസം. ടീച്ചർ എന്ന മേഖലയിൽ എന്താണ്, കൊച്ചുകുട്ടികളെ പഠിപ്പിക്കലാണ് അവിടെ അല്ലെ, LKG UKG 1ാം ക്ലാസ് ഇതുവരെയാണ് ഞാൻ പഠിപ്പിച്ചത്. ആ മേഖലയിൽ എന്താണ്, നമ്മൾ അവിടെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ച് വേണ്ട കാര്യങ്ങള്, അക്ഷരമാല പഠിപ്പിക്കുന്നു, ഇംഗ്ലീഷ് അക്ഷരമാല പഠിപ്പിക്കുന്നു, ആൽഫബറ്റ് പഠിപ്പിക്കുന്നു, വേണ്ട കാര്യങ്ങൾ അച്ചടക്കങ്ങൾ പഠിപ്പിക്കുന്നു അല്ലെ. LKG കുട്ടികളൊക്കെ അങ്ങനെയാണല്ലോ, നമ്മൾ മെല്ലെ 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 ഉണർത്തി കൊണ്ടുവരുന്ന ആ മേഖലയിൽ നിന്ന് ഈ മേഖല കയ്യിലേക്ക് കിട്ടിയപ്പോൾ ഒന്നും അറിയാത്തൊരു വട്ടക്കുമ്പളങ്ങയായിരുന്നു ഞാൻ. അപ്പോൾ ഈ ഒരു വട്ടക്കുമ്പളങ്ങയിൽ നിന്ന് നല്ലൊരു സുരുക്കൂട്ടിയൊരു ട്രെയിനിങ് ബൂസ്റ്റർ ആയെങ്കിൽ പവർ ഓഫ് ഫിജിക്കാർഡ്. നിങ്ങൾക്കിന്ന് ഞാൻ ഈ ഒരു ബൂസ്റ്റർ ട്രെയിനിങ് എടുക്കാൻ എനിക്ക് ഇത്ര ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തത് കൊണ്ടാണ്. ചിലർ എന്ത് ചെയ്യും, കുറച്ച് ദിവസമൊക്കെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യും, വളരെ ആക്റ്റീവ് ആയിരിക്കും, പിന്നെ ഇനാക്റ്റീവ് ആയിരിക്കും, പിന്നെ ആളെ തീരെ കാണൂല, നമ്മൾ കുറച്ച് സ്റ്റാറ്റസ് വെക്കും അല്ലെ, ആരെങ്കിലും എന്തെന്ന് പറയുമ്പോഴത്തേനും എന്താവും, അവിടെ ഇട്ടേച്ചു അല്ലെ. അതല്ല, നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുക. ഇപ്പൊ നമ്മളൊരു തടിയുള്ള, ഞാൻ എന്നെ തന്നെ വെക്കാം, ഞാനിപ്പോ സ്ഥിരമായിട്ട് യോഗ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഈ ഒരു യോഗ 2 മാസം ചെയ്തു, 3 മാസം ചെയ്തു, നന്നായിട്ട് മെലിഞ്ഞു, അടിപൊളിയായി ഞാനല്ലേ. അപ്പൊ ഒരു 3 മാസം ഞാൻ യോഗ നിർത്തിയാൽ എന്തായി, വീണ്ടും എൻ്റെ തടി നന്നായിട്ട് വീർത്ത് വരും അല്ലെ. ഏതൊരു കാര്യവും അങ്ങനെയാണ്, നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കണം. ഇന്നിപ്പോ ഞാൻ എൻ്റെ വീട്ടിൽ സാമ്പാർ വെച്ചു, കാളൻ കറി വെച്ചു, മീൻ പൊരിച്ചു അല്ലെ. നാളെ ഇപ്പൊ ഞായറാഴ്ച അല്ലെ, നാളെ ബിരിയാണി. ഓരോ ദിവസവും പുതിയ പ്രോഡക്റ്റുകളുമായി ഇറക്കുകയാണ് അല്ലെ നമ്മൾ ഓരോ വീട്ടമ്മമാരും. നാളെ ഞായറാഴ്ച ആകുമ്പോൾ എന്താണ്, നമ്മുടെ ഹസ്ബൻഡ് ഉണ്ടാവും, മക്കളുണ്ടാവും.
അപ്പൊ നമ്മൾ ഇങ്ങനെ സ്വരുക്കൂട്ടൂല, നാളെ എന്തുണ്ടാക്കണം. അങ്ങനെ ആയിരിക്കണം ബിസിനസ്, അങ്ങനെ ആയിരിക്കണം ഈ ബിസിനസ്. കാരണം എന്താണെന്നറിയാം, നമ്മൾ നാളത്തേക്കുള്ള കാര്യം, വീട്ടിലത്തെ കാര്യം മാത്രം ചിന്തിച്ചാൽ പോരാ, ബിസിനസ്സിൽ ചിന്തിക്കണം. നാളെ ഞാൻ എന്ത് ചെയ്യണം, ബിസിനസ് ഞാൻ നാളെ എന്ത് ചെയ്യും. ഈ ഒരു ചിന്ത നിങ്ങൾ ബിസിനസ്സിലേക്ക് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? എന്നാൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഫിജിക്കാർഡിൽ ഇത്ര നല്ല രീതിയിൽ എന്റെ ചേച്ചി ഒരു ബിസിനസ്സിൽ ഫസ്റ്റ് റാങ്ക് അടിച്ച സമയത്താണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. ഞാൻ ഒരു വർഷം വരെ എന്താ ഒരു ബിസിനസ്സും ഇല്ലാതെ അങ്ങനെ അലഞ്ഞു നടന്നു. അതായത് നിങ്ങളൊക്കെ പറയൂ ഒരു വർഷമായില്ല. ഞാൻ അവിടെ പഠിക്കാൻ തയ്യാറായി. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു കൗസല്യ മാഡം ഉണ്ട്. മാഡം വളരെ ആക്റ്റീവാണ് ഇതിൽ. ഏത് ട്രെയിനിങ് എന്നോട് പറഞ്ഞു പോയാലും മാഡം എന്നെ വിളിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഏത് സമയത്തും എന്തിനു വിളിച്ചാലും ആളൊക്കെയാണ്. അതേപോലെ ഇപ്പം ചെയ്ത റീജ മാം, ജമുന റസർ എടുത്ത് പറയല്ല, അവരൊക്കെ പറയേണ്ട വ്യക്തിത്വങ്ങൾ തന്നെയാണ്. അപ്പൊ എന്നോട് മറന്നുപോലെ ഇനി ഒരു ചെറിയൊരു നെഗറ്റീവ് എന്നിൽ തോന്നിക്കഴിഞ്ഞാൽ എന്നെ ഉണർത്തും അവര്. അതായിരിക്കണം ടീം വർക്ക്, അതായിരിക്കണം ട്രെയിനിങ്ങിലൂടെ കിട്ടേണ്ട മസ്റ്റ്. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളെ അങ്ങനെ അവർ സ്നേഹിക്കുന്നത്? അപ്പൊ എനിക്ക് ചിന്തിച്ചൂടെ, ഞാൻ STM എന്തിനാ അപ്പൊ അവരെന്നെ നോക്കുന്നത്? ഒരിക്കലും അങ്ങനെയുള്ളൊരു ചിന്താഗതി ഒരു ലീഡർമാർക്കും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ എന്നും പഠിക്കുന്ന ചെറിയ ചെറിയ LKG കുട്ടികളാണ്. ഒരുപാട് കാര്യങ്ങൾ ഫിജിക്കാർഡിലൂടെ ട്രെയിനിങ്ങിലൂടെ നമുക്ക് പഠിക്കാനുണ്ട്. പഠിക്കുന്നതോറും നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കും. ചിലർ പറയില്ലേ പുസ്തകങ്ങൾ, എനിക്ക് പുസ്തകം വായിക്കാൻ ലക്ഷം മടിയാട്ടോ, അത് വേറെ കാര്യം. അപ്പൊ പുസ്തകങ്ങളൊക്കെ വായിക്കും തോറും അറിവുകൾ നമുക്ക് കിട്ടാൻ അല്ലെ, അറിവുകൾ. എൻ്റെ മോളോട് പറയും, മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബുക്ക് വായിക്കും. അപ്പൊ ബുക്ക് വായിക്കും തോറും എന്താണ്, നമുക്ക് അറിവുകൾ കിട്ടിക്കൊണ്ടേന്നിരിക്കും. അതുപോലെയാണ് നമ്മുടെ ട്രെയിനിങ് എത്ര കിട്ടുന്നുവോ അത്രയും നിങ്ങൾ വിജയിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങൾ അറിയാതെ നമ്മളുടെ സിരകളിൽ ഓടുന്ന ബ്ലഡ് അത് പിടിച്ചെടുക്കുന്നതാണ്. പ്രത്യേകിച്ച് രാവിലെ 7 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട് അല്ലെ, ആ മീറ്റിങ്ങിലൂടെ നമ്മൾ രാവിലെ കേൾക്കുന്നത് എന്തും നമുക്ക് ഭയങ്കര പവർ ആയിരിക്കും കേട്ടോ. അതാണ് നമുക്ക് ഈ ഒരു രാവിലെ 7 മണിക്ക് തന്നെ ഈ ട്രെയിനിങ് 7 AM വെക്കുന്നത്. ആ 7 AM ആരും ഒഴിവാക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് വിനീതമായിട്ട് അപേക്ഷിക്കാനുള്ളത്. ആ 7 AM കേൾക്കുന്ന സമയത്ത് നമ്മുടെ ജീവിത വിജയം തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഒരാളെ മുന്നിലും നമ്മൾ തളരൂല. കാരണം സംസാരിക്കാത്തവർ വരെ സംസാരിക്കും. നമ്മുടെ ആറ്റിറ്റ്യൂഡേ മാറും 7 AM-ലൂടെ. പല ലീഡേഴ്സ് പല കഥകളും പല കാര്യങ്ങളും വിജയ കഥകളും വിജയക്കൊടികൾ പാതിച്ച കഥകളുമായിട്ടാണ് വരുന്നത്. അപ്പൊ ആ കഥകൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഒരു പക്ഷെ കേൾക്കുന്നുണ്ടാവൂലേ, പക്ഷെ നമ്മുടെ ആ സിരകള് എന്തായിരിക്കും, പിടിച്ചെടുത്തിട്ടുണ്ടാവും. പിടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മൾ എന്തായിരിക്കും, നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഏതൊരു മേഖലയിലായാലും നമ്മൾ അത് ഉയർത്തി കാണിക്കുകയും ചെയ്യും. എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഇവിടെ ഒരു വ്യവസായ മന്ത്രി വന്ന സമയത്ത് എന്നോട് പെട്ടെന്ന് പറഞ്ഞു, ഒന്ന് വെൽക്കം സ്പീച്ച് പറയണം. ഞാൻ ഫിജിക്കാർഡിൽ എല്ലാം ചെയ്യുന്നതാണ്, പക്ഷെ ആദ്യമൊക്കെ പറയുന്ന സമയത്ത് ഭയങ്കര ടെൻഷനാ. അയ്യോ ഞാൻ ചെയ്യൂല, എനിക്ക് പേടിയാ. പക്ഷെ പേടി ഉണ്ടായിരുന്നില്ല. എന്താണ് മാറ്റർ, ഇങ്ങനെ തന്നോളൂ ഞാൻ പറഞ്ഞോളാം. വളരെ ഭംഗിയായിട്ട് ഞാൻ അവിടെ ആ മാറ്റർ അവതരിപ്പിച്ചു. പറയേണ്ട വെൽക്കം സ്പീച്ച് ഞാൻ പറഞ്ഞു. അപ്പൊ എവിടുന്ന് കിട്ടി ഈ ഒരു ധൈര്യം? എവിടുന്നാ കിട്ടിയത്? ഈ ട്രെയിനിങ്ങിലൂടെയാണ് DS. നിങ്ങൾ മനസ്സിലാക്കുക, ഈ ട്രെയിനിങ് അപാര പവറുള്ള ട്രെയിനിങ്. നമുക്കൊരു 5 പൈസ അല്ലെ, ഫിസിക്കൽ ആയിക്കോട്ടെ ഡിജിറ്റൽ ആയിക്കോട്ടെ, നമുക്ക് 5 പൈസ ചെലവില്ല. ഓരോ മേഖലകളിലും നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എല്ലാത്തിനും പൈസ ചെലവാക്കണം. ഇപ്പൊ ഞങ്ങളിതിലൊരു മൈൻഡ് പവറിന്റെ ഒരു ക്ലാസ് ഉണ്ട്, രാവിലെ ഒരു 6 മണിക്കാണ് ഉണ്ടാവുക. അതിന് അവർ പരസ്യം കൊടുക്കാറുണ്ട്, ഇത്ര പൈസ മൈൻഡ് പവർ ആവാൻ, EFT ക്ലാസ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് എന്തിനാണ് ഈ ക്ലാസ് വെക്കുന്നത്? അവരെ പോക്കറ്റിലേക്കാണ് ആ പൈസ പോകുന്നത്. എന്നെ പല തരത്തിലും ഞാൻ അറിയാതെ ഒരു 3000 രൂപ അടച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അത്ര, എനിക്ക് അതിനേക്കാളും നന്നായിട്ട് തോന്നിയത് നമ്മുടെ ഫിജിക്കാർഡിന്റെ ട്രെയിനിങ്. ഒരാവശ്യവും നമുക്ക് മറ്റുള്ള മൈൻഡ് പവറിന്റെ ക്ലാസ്സിന്റെ ആവശ്യമേ ഇല്ല. ഫിജിക്കാർഡ് തന്നെ മതി നമ്മുടെ 7 മണിയുടെ ക്ലാസ് ട്രെയിനിങ്. അപാര പവറാണ്. പിന്നെ നമുക്ക് ഫിസിക്കലായിട്ട് കിട്ടുന്ന BOP-കള്, അതൊക്കെ ഭയങ്കര പവറാണ് DS. നമ്മൾ ഓരോരുത്തർ വിജയിച്ചത് കാണുമ്പോണ്ടല്ലോ, നമുക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ പോയിട്ട് എനിക്കും അതേപോലെ ഒരു മൊമെന്റ് മേടിക്കണം, ഞാൻ വിജയിച്ചിരിക്കും. ഈ ഫിജിക്കാർഡ് എന്ന് പറഞ്ഞാല് എന്താണെന്നറിയോ, നമ്മൾ ഇതിൽ കുറച്ച് പഠിക്കാനുണ്ട്. ഈ ഫിജിക്കാർഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഈ ഫിജിക്കാർഡിനെ വിടൂല. അത്രക്ക് നല്ലൊരു മേഖലയാണ് ഫിജിക്കാർഡ്. ഞാൻ പറഞ്ഞല്ലോ 12 വർഷത്തോളം ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. പിന്നെ അംഗനവാടി ടീച്ചറായിട്ട് പെർമനന്റ് ആയി കിട്ടി. എന്നാൽ എനിക്ക് ആ മേഖല തിരഞ്ഞെടുത്താൽ പോരായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ ആ മേഖല ഒഴിവാക്കിയതെന്ന് അറിയോ നിങ്ങൾക്ക്? ഈ ഫിജിക്കാർഡ് എന്ന മേഖലയിൽ എനിക്ക് സമാധാനവും സന്തോഷവും കിട്ടുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട്
നല്ല ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. നല്ല ടീമിലുള്ളവരെ എന്നെ പോലെ തന്നെ എത്തിച്ചു നൽകാൻ പറ്റുന്നുണ്ട്. സത്യസന്ധമായിട്ട് പോകുന്നത് കൊണ്ട്, ആത്മാർത്ഥമായിട്ട് പോകുന്നത് കൊണ്ട് നല്ല വരുമാനം കുടുംബങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ഒരു ബിസിനസ് ചെയ്തു കഴിഞ്ഞാല് എന്താണ്, ഈ ട്രെയിനിങ്ങിലൂടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നുള്ളത്. ആദ്യം ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല ഫിജിക്കാർഡിന്റെ ഈ ഒരു മീറ്റിങ്ങിലേക്ക് വന്ന സമയത്ത്. പിന്നെ എനിക്ക് മനസ്സിലായി ഫിജിക്കാർഡ് ക്യാമറ ഓൺ ആക്കുന്ന സമയത്ത് നമ്മളെ മാറിപ്പോകുന്നുണ്ട് അല്ലെ. ഒന്ന് കുറച്ച് ഭംഗിയിലിരിക്കണം തോന്നും അല്ലെ. നമ്മള് ചിലപ്പം വീട്ടമ്മയാണെങ്കിൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഒരു വേഷത്തിലായിരിക്കും, ചിലപ്പോൾ നല്ല വേഷത്തിലായിരിക്കും. ചിലപ്പോൾ ഞാൻ രാവിലെയൊക്കെ ഉറങ്ങി എണീച്ചാൽ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് കുളിച്ചിട്ടേ മുന്നിലേക്ക് കയറാൻ നോക്കുള്ളൂ. അപ്പൊ നമ്മളെ ആറ്റിറ്റ്യൂഡ് ഒന്നും മാറില്ലേ, ഞാനൊരു ലീഡർ അല്ലേ, ഞാൻ അങ്ങനെ ഇരുന്നാ പോരല്ലോ, കുറച്ച് നല്ല വൃത്തിയിലിരിക്കണം എന്നൊക്കെ നമുക്ക് നമ്മളെ ആറ്റിറ്റ്യൂഡ് നമ്മളെ മാറ്റിക്കൊണ്ടേയിരിക്കും. അതാണ് നമുക്ക് ഈ ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ സൂമിൽ അല്ലെ. ഇപ്പൊ എവിടേക്കോ ഉള്ള ആളുകളുമായിട്ടാണ് ഞാൻ ഈ ഒരു ട്രെയിനിങ് ബൂസ്റ്റർ ട്രെയിനിങ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലെ. ഏതൊക്കെയോ സ്ഥലങ്ങളിലുള്ള, അതായത് ഞാനിപ്പോ കോഴിക്കോട് ബേപ്പൂരില് ഇവിടെ ഗോതീശ്വരത്ത് ഇവിടെ ഡൈനിങ് ഹാളിൽ ഇരുന്ന് സംസാരിക്കുന്നു, ട്രെയിനിങ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അല്ലെ. അപ്പോൾ ഈ ഇത്രയും ട്രെയിനിങ് എനിക്ക് എത്ര പേർക്കാ ചെയ്തു കൊടുക്കാൻ പറ്റുന്നു ഒന്ന് നോക്കട്ടെ. ഒറ്റ മിനിറ്റ്. 238 പേര്, നേരത്തെ 240 പേരുണ്ട് അല്ലെ. 238 പേർക്കും എനിക്ക് ഇത്ര പ്രസന്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പവർ ഓഫ് ഫിജിക്കാർഡ്. കാരണം ഈ ട്രെയിനിങ് എല്ലാം അറ്റൻഡ് ചെയ്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്ര ധൈര്യത്തോടെ ചെയ്യാൻ സാധിച്ചത്. ഒരു പക്ഷെ എന്റെ ചേച്ചി പോലും ഞെട്ടിപ്പോയിട്ടുണ്ടാവാം. അതായത് ഷീന മാഡം, എന്റെ അനിയത്തി ഇത്രയും വലുതായോ, ഇത്രയും ചെയ്യാനുള്ള പവർ എത്തിയോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും ആള് ഇതിലുണ്ടാവും. എന്റെ പ്രിയപ്പെട്ട എന്റെ മാഡം ശ്രീലക്ഷ്മി മാഡം, അവരും ചിന്തിക്കുന്നുണ്ടാവും ബിന്ദു മാമിന് ഇത്രയൊക്കെ കഴിവുകൾ വളർന്നു. പിന്നെ എന്റെ ടീമിലെ അംഗങ്ങള് ബിസിനസ് ബൂസ്റ്റർ ഒക്കെ ചെയ്യാനുള്ള കഴിവ് ഞങ്ങളുടെ ബിന്ദു മാമിന് കിട്ടിയല്ലോ എന്നൊക്കെ അവർ സന്തോഷിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഈ ഒരു ഇത് ചെയ്യുമോന്ന് ചോദിച്ചപ്പോ ഒരു മടിയും കൂടാതെ ഓക്കെ എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്താവും, എവിടെ എത്തും, എങ്ങനെയാവും എന്നൊക്കെ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതറിയാം നിങ്ങൾക്ക്. ആ വിശ്വാസമാണ്